വചനം ദുർലഭമായിരുന്ന കാലഘട്ടത്തിൽ, ദർശനമേറെയില്ലാതിരുന്ന കാലഘട്ടത്തിങ്കൽ ശമൂവേൽ യഹോവയുടെ സന്നിധിയിൽ ഏലിയുടെ മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു. ദീർഘനാളത്തെ പ്രാർത്ഥനയുടെ മറുപടിയായി ഹന്നയ്ക്ക് ദൈവം കൊടുത്ത കുഞ്ഞാണ് ശമൂവേൽ. ആ കുഞ്ഞിനെ അവൾ പ്രാർത്ഥിച്ചു വാങ്ങുമ്പോൾ അവൾ ദൈവത്തിനൊരു നേർച്ച നേർന്നു. ദൈവമേ, നീ എനിക്കൊരു ആൺതരിയെ തന്നാൽ ഞാനതിനെ നിനക്ക് തരും. അവൻ ജീവപര്യന്തം നിന്റെ വേല ചെയ്യും. അങ്ങനെ ദൈവം അവളുടെ പ്രാർത്ഥന കേട്ട് നൽകിയ മറുപടിയാണ് ശമൂവേൽ ബാലൻ. അവൻ വളർന്നു വന്ന സാഹചര്യത്തിൽ ജീവനുള്ള ദൈവമായ യഹോവയെ ഓർക്കാത്തവരും നീചന്മാരും യഹോവയുടെ വഴിപാട് നിന്ദിക്കുന്നവരും അവൻ്റെ കൺമുൻപിലുണ്ടായിരുന്നു. വഴിതെറ്റിപ്പോകാനും ദൈവത്തെ തള്ളിപ്പറയാനും ആത്മീയതയെ വിമർശിക്കാനും ഉള്ള ചില സാഹചര്യങ്ങളും ഉള്ളപ്പോൾ ശമൂവേൽ ബാലൻ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുകയാണ്. അവൻ രാത്രിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പെട്ടകത്തോട് ചേർന്ന് കിടക്കുകയാണ്. യഹോവ ശമൂവേലിനെ വിളിച്ചു. ശമൂവേലേ. പ്രിയപ്പെട്ടവരെ, തിരുവെഴുത്ത് പറയുന്നു, അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. ജീവനുള്ള ദൈവത്തെ നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങൾ ദൈവത്തെ തിരയണം. പ്രാർത്ഥനയോടെ വചനത്തിൽ തിരയണം. നിങ്ങൾ അവനെ കണ്ടെത്തും. ശമൂവേലേ എന്ന് ദൈവം വീണ്ടും വിളിച്ചു. മൂന്നാമതും വിളിച്ചു. നാലാമതും വിളിച്ചു. അതെ, ദൈവം സംസാരിക്കും. പരമാർത്ഥതയോടെ നീ ദൈവത്തെ ശുശ്രൂഷിച്ചാൽ, ദൈവത്തിൻ്റെ പെട്ടകത്തോടെ ചേർന്ന് നിന്നാൽ ദൈവം നിന്നോട് സംസാരിക്കും. ഇന്നത്തെ ആത്മീയഗോളത്തിൽ നിനക്ക് വിധിക്കാൻ, കുറ്റപ്പെടുത്താൻ ന്യായമായ കാരണങ്ങളും സാഹചര്യങ്ങളും ഒരു പക്ഷേ കൺമുൻപിൽ കണ്ടെന്നു വരാം. എന്നാൽ ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകൻ, വിശ്വസ്ത പുരോഹിതൻ, ദൈവത്തിൻ്റെ പ്രസാദവും ഹിതവും അനുഷ്ഠിച്ചവൻ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുടെ നടുവിൽ ആരെയും കുറ്റപ്പെടുത്താനോ വിധിക്കാനോ പഴി പറയാനോ നിൽക്കാതെ ആ വരൾച്ചയുടെ നടുവിലും ശൂന്യതയുടെ നടുവിലും അവൻ യഹോവയെ ശുശ്രൂഷിക്കുകയാണ്. ദൈവത്തെ അറിയാൻ, അനുഗമിക്കാൻ, ശുശ്രൂഷിക്കാൻ നിനക്ക് ലഭിച്ചത് കൃപയാണ്. എത്രയോ ആയിരക്കണക്കിന് ആളുകളെ മറികടന്നു വന്നൊരു തെരഞ്ഞെടുപ്പാണത്. ആരെയും കുറ്റപ്പെടുത്താൻ നിൽക്കരുത്. ആരെയും വിധിക്കേണ്ട. യേശു പോലും ഈ ഭൂമിയിൽ വന്നത് രക്ഷിക്കാനാണ്. ഇത് കൃപായുഗമാണ്. ന്യായവിധിയുടെ ദിവസം വരുന്നുണ്ടല്ലോ. ദൈവം ന്യായാധിപതിയായി എഴുന്നേൽക്കുമല്ലോ. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ, ചിലരെ ശക്തിപ്പെടുത്തുവാൻ, ബലഹീനരെ താങ്ങുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. വചനത്തോട് ചേർന്ന് നിൽക്കുക. ദൈവം നിന്നെ ശക്തമായി ഉപയോഗിക്കും.
ദൈവത്തിൻ്റെ ശബ്ദം അവൻ നിന്നെ കേൾപ്പിക്കും. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.